ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു വ്ളോഗ് വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. വേറൊന്നുമല്ല, നമ്മളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് കല്യാണമായി. അപ്പോൾ അതിൻ്റെ ഒരു വെഡ്ഡിങ് പർച്ചേസിൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ പോകുന്നത് എറണാകുളം പോത്തീസിലേക്കാണ്. അപ്പോൾ നമ്മുടെ പർച്ചേസും കാര്യങ്ങളും എല്ലാമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എന്തായാലും തുടർന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനും കാർത്തിക്കുട്ടനും അതേപോലെ പാറക്കുട്ടിയൊക്കെ ആദ്യം തന്നെ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ആലപ്പുഴ കലവൂർന്നാണ് പോകുന്നത്. അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 1.5-1.25 മണിക്കൂർ നമുക്ക് ട്രാവൽ ടൈം ഉണ്ടാവും. എറണാകുളം കല്ലൂരാണല്ലോ ഓഫീസുള്ളത്, അപ്പോൾ അവിടെ വരെ പോകാനായിട്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ലാഗ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ എക്സ്റ്റൻഷൻ വർക്കുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ റോഡിൽ ബ്ലോക്കല്ല, പക്ഷേ വണ്ടികളുടെ സ്പീഡൊക്കെ പോകുന്നത് വളരെ കുറവാണ്. റോഡിൻ്റെ വീതി ഇങ്ങനെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം കണ്ടോ, ഈ ഓവർ ബ്രിഡ്ജൊക്കെ പണിയുന്നത് കൊണ്ട് തന്നെ റോഡിൻ്റെ വീതിക്കൊക്കെ വളരെ കുറവുണ്ട്. അങ്ങനെ നമ്മൾ ഇതാ ഓടി അരൂർ ടോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോൾ കഴിഞ്ഞാൽ എന്തായാലും എറണാകുളത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഈ ഒരു കല്യാണ തിരക്കുകളൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് കണ്ടൻറ് വീഡിയോസ് ഇടാനായിട്ട് ഇപ്പോൾ പറ്റാത്തത്. എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ടോളെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് മതിയാവും നമ്മൾക്ക് പോത്തീസിലേക്ക് പോകാനായിട്ട്. അപ്പം പോകുന്നത് ഞാൻ, അമ്മ, ചേച്ചി, അതേപോലെ പാറക്കുട്ടി, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേട്ടൻ, അങ്ങനെ എല്ലാവരും കൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം കലൂർ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി ഫ്രണ്ട്സ്. നമ്മൾ പോത്തീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് കയറുവാണ്. നമ്മൾ പോയതൊരു ഹോളിഡേ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അല്ലെങ്കിലും പോത്തീസിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണല്ലോ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ ഈ കോസ്മെറ്റിക്സ് ആയിട്ടുള്ള ഇതും അതുപോലെ തന്നെ ഫാൻസി സ്റ്റോറും എല്ലാം നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒന്നിനും തന്നെ അങ്ങനെ പുറത്ത് പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. ചേച്ചിയുടെ മാരേജിനാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ പോത്തീസിൽ വരുന്നത്. അപ്പം ചേച്ചിയുടെ മാരേജിൻ്റെ പർച്ചേസ് എല്ലാം ഇവിടെ നിന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ പോകുന്നത്. കാരണം ഒന്നിനും പുറത്തേക്ക് പോകേണ്ട, ഇത്രയും ട്രാവൽ ചെയ്ത് നമ്മൾ ഇവിടെ വന്നാൽ നമ്മൾക്ക് ഒരൈറ്റത്തിനും വെളിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരത്തില്ല, എല്ലാം തന്നെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് എനിക്ക് ലെഹങ്ക തയ്ക്കാനുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. റണ്ണിങ് മെറ്റീരിയൽസിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾക്ക് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അഫോർഡബിൾ റേഞ്ചിലും നമ്മൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഏറ്റവും കുറഞ്ഞ റേറ്റ് മുതൽ ഏറ്റവും കൂടിയ റേറ്റ് വരെ നമ്മുടെ ബഡ്ജറ്റ് ഏതാണോ ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ തപ്പിപ്പിടിച്ച് ഒരു മെറ്റീരിയൽ കണ്ടുപിടിച്ചു. അങ്ങനെ പിന്നെ അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനും അങ്ങനെ എല്ലാം നോക്കി നിൽക്കുകയാണ്. അതെൻ്റെ ഡ്രസ്സ് എടുത്ത് വന്നപ്പോഴേക്കും തന്നെ ഏകദേശം ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ നമ്മൾക്ക് അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു. ഊണാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാർത്തിക്കുട്ടൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ 2 സെക്ഷനായിട്ടാണ് നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നീട് അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെയുള്ള സാരിയൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ സാരി സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ സാരി സെക്ഷനിൽ ഉണ്ടായിരുന്ന ചേച്ചിയാണെങ്കിൽ വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ചേച്ചിയായിരുന്നു. അവിടുത്തെ സ്റ്റാഫ് എല്ലാം അങ്ങനെ തന്നെയാണ്, നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മൾക്ക് സാരി ആണെങ്കിലും എന്ത് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനാണെങ്കിലും നമ്മളെ അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മൾക്ക് ചേരുന്ന രീതിയിലുള്ള സാധനങ്ങൾ എടുത്ത് തരാനും നമുക്ക് ആ ഫ്ലോറിൽ ആൾക്കാരുണ്ടാവും. അങ്ങനെ പിന്നെ സാരി സെക്ഷനിൽ വന്ന് ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ സാരിയൊക്കെ എടുത്തു. അങ്ങനെ സാരി സെക്ഷനെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിനി ഷർട്ട്സൊക്കെ എടുക്കാനായിട്ട് ഉള്ള ഫ്ലോറിലേക്ക് പോവാണ്. അപ്പോൾ കാർത്തി ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒത്തിരി ലൈറ്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ അവൻ ചിരിച്ച് ഉമ്മ കൊടുത്തൊക്കെ കയ്യിലാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ
താഴത്തെ ഫ്ലോറിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ കാർത്തിക്കുട്ടൻ അവിടെ ഒരു റാ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൻ അതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് റാ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് അങ്ങനെ പിന്നെ ഒരു റാ വാങ്ങിച്ചു. അപ്പോൾ അത് ബില്ല് ചെയ്ത് കിട്ടാനായിട്ട് ഉള്ള വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ. അവന് ചെറിയ മുടി ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ റായൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് റാ കണ്ടപ്പം അത് അങ്ങ് ക്യാച്ച് ചെയ്തിട്ട് അത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വന്നത് ഷർട്ട്സിൻ്റെയൊക്കെ സെക്ഷനിലാണ്. അച്ഛനും ചേട്ടനും ഒക്കെയുള്ള ഷർട്ട്സൊക്കെ നോക്കാനായിട്ട് വന്നു. കണ്ടോ, എല്ലാ കളേഴ്സും നമ്മൾ ഏതാണോ നമ്മൾ ഉദ്ദേശിച്ച് വരുന്നത് അത് നമ്മൾക്ക് കിട്ടും. അങ്ങനെ ആ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. കംപ്ലീറ്റ് പർച്ചേസിങ് കഴിഞ്ഞതാ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സ്ഥലത്തെത്തി. നമ്മളുടെ ബില്ലെല്ലാം നമ്മൾ അടച്ചു. അതിനുശേഷം മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 7 മണിയായി. ഒരു 11:30-12 മണിയോടുകൂടി എത്തി. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 7 മണിയായി. എങ്കിലും നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങുന്ന സമയമായപ്പോൾ തന്നെ ക്ലൈമറ്റിൽ ചെറിയ മഴയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും അങ്ങ് തുടങ്ങി. അങ്ങനെ നല്ല ഹെവി റെയിൻ ആയിരുന്നു. കാരണം ആ ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്ത് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറച്ചങ്ങ് എത്തിയപ്പോഴേക്കും നല്ല ഹെവി റെയിനായി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു ട്രാവൽ ടൈമും കുറച്ച് കൂടി. കാരണം വലിയ സ്പീഡിൽ വരാൻ പറ്റില്ലല്ലോ, കുറച്ച് സ്ലോയിലാണ് നമ്മൾ വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഓടി ആലപ്പുഴ എത്തി. കഞ്ഞിക്കുഴി അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു തട്ടുകട കണ്ടു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഒന്ന് നിർത്തിയിട്ട് തട്ട് ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ കഴിച്ചു. കണ്ടു, നല്ല ചൂട് ദോശയും സാമ്പാറും ചമ്മന്തിയും നല്ല അടിപൊളി ദോശയായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചു. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചു. അതിനുശേഷം പിന്നീട് നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു കുട്ടി വ്ളോഗ്, പർച്ചേസ് വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതേപോലെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയും വേണം. അപ്പോൾ ഇനിയും എന്താ പറയുക, കണ്ടൻറ് വീഡിയോസ് ചിലപ്പം ഇടുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസൊക്കെ വരുമായിരിക്കും. കാരണം കല്യാണ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ലൈവ് ആകും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അതാ നമ്മൾ വീടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.